ബീഹാർ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നടക്കുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രാജ്യസഭാ ഇലക്ഷനിൽ NDA ഭൂരിപക്ഷം നേടിയത് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെറും സംഖ്യകളുടെ കണക്ക് മാത്രമല്ല, കൃത്യമായ ആസൂത്രണവും മറുചണ്ടം ചാടലും എല്ലാം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് മഹാസഖ്യത്തിലുള്ള MLA മാർ NDAയിലേക്ക് പോയത്? ആരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ? നമുക്ക് നോക്കാം. വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് മഹാസഖ്യത്തിന് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് 3 MLA മാരാണ് തങ്ങളുടെ നിലപാട് മാറ്റിയത്. RJDയിലെ ചേതൻ ആനന്ദ്, നീലം ദേവി എന്നിവരും കോൺഗ്രസിന്റെ മുരാരി പ്രസാദ് ഗൗതവും NDA പക്ഷത്തേക്ക് ചേക്കേറി. ഇത് വെറും ഒരു കൂറുമാറ്റം മാത്രമായിരുന്നില്ല. വോട്ടെടുപ്പ് ദിവസം രാവിലെ വരെ തേജസ്വി യാദവിന്റെ വസതിയിലുണ്ടായിരുന്ന MLA മാർ നിമിഷങ്ങൾക്കുള്ളിൽ നിയമസഭയിൽ നിതീഷ് കുമാറിനൊപ്പം ഇരിക്കുന്നത് കണ്ട് പ്രതിപക്ഷം ഞെട്ടിപ്പോയി. എങ്ങനെയാണ് അതീവ രഹസ്യമായി ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്? ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് 2 കാര്യമാണ്. BJPയുടെയും JDയുടെയും മുതിർന്ന നേതാക്കളുടെ തന്ത്രപരമായ ഇടപെടൽ. അവർ കൃത്യമായി തന്നെ പ്രതിപക്ഷ MLA മാരുമായി സംസാരിച്ച് അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയെടുത്തിരുന്നു. രണ്ടാമത്തെ കാര്യം മഹാസഖ്യത്തിലുള്ള വിള്ളലുകളാണ്. കൃത്യമായ സീറ്റോ ടിക്കറ്റോ ലഭിക്കാത്തത് NDA സഖ്യത്തിന് അത് ഉപയോഗിക്കാനുള്ള ഒരു മാർഗമായി അവർ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കുന്ന നിതീഷ് കുമാർ തന്റെ അധികാരം നിലനിർത്താൻ നടത്തിയ വജ്രായുധമായിരുന്നു ഈ നീക്കം. തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ കഴിയാത്തത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മഹാസഖ്യത്തിന് വലിയ വെല്ലുവിളിയാകും. കുതിരക്കച്ചവടമാണ് നടന്നതെന്ന് RJD ആരോപിക്കുമ്പോഴും രാഷ്ട്രീയ സദാചാരത്തെക്കാൾ പ്രായോഗിക രാഷ്ട്രീയത്തിനാണ് ബീഹാറിൽ ഇപ്പോഴും മുൻഗണനയെന്ന് ഈ ഫലം തെളിയിക്കുന്നു. ബീഹാറിലെ ഈ അപ്രതീക്ഷിത ട്വിസ്റ്റ് ദേശീയ തലത്തിലും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ മഹാസഖ്യത്തിൽ ഇത് വിള്ളലുകൾ ഉണ്ടാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.